റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ ലോകത്ത് തന്നെ വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അമേരിക്കയ്ക്ക് അല്പം തലവേദന തന്നെയാണ്. ഇത് ട്രംപിനെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് അധിക തീരുവ വിഷയത്തിൽ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ റഷ്യയുമായി ഇന്ത്യ അടുക്കുന്നത് ട്രംപിന് അത്ര സുഖകരമല്ല. ഈ സമയത്ത് ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രംഗത്തെത്തുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല നരേന്ദ്രമോദി എന്നാണ് പുടിൻ പറയുന്നത്. മോദിയെ പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്ന് പുടിൻ ആവർത്തിച്ചു. അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതേ അവകാശം ഇന്ത്യക്കുമുണ്ടെന്ന് പുടിൻ പറഞ്ഞു. ഇരട്ട തീരുവ അടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണ് എന്നും പുടിൻ കുറ്റപ്പെടുത്തി. ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ യുക്രൈനെതിരായ യുദ്ധം നിർത്തൂ എന്നും പുടിൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വിശ്വസിക്കാവുന്ന സുഹൃത്ത് എന്നാണ് പുടിൻ മോദിയെ വിശേഷിപ്പിച്ചത്. ഇത് താൻ ഏറെ ആത്മാർത്ഥതയോടെയാണ് പറയുന്നത് എന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ പോലൊരു നേതാവ്. അദ്ദേഹം ഇന്ത്യക്കായാണ് ജീവിക്കുന്നത് എന്നും പുടിൻ പ്രശംസിച്ചു. മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സാമ്പത്തിക സഹകരണം, പ്രതിരോധം, മാനുഷിക സഹായം, സാങ്കേതികവിദ്യ, വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് എന്നും പുടിൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ മോസ്കോ സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് ഓർത്തെടുത്തു. തന്റെ വസതിയിൽ ഒരുമിച്ചിരുന്നു വൈകുന്നേരം ചായ കുടിക്കുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. രസകരമായിരുന്നു ആ സംഭാഷണങ്ങൾ എന്നും പുടിൻ പറഞ്ഞു. പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ദില്ലിയിൽ എത്തിയത്. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയാണ്. ഈ പുടിന്റെ സന്ദർശനം ലോകം തന്നെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. വിമാനത്താവളത്തിലെത്തിയ പുടിനെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഊഷ്മളമായ സ്വീകരണമാണ് പുടിന് ഇന്ത്യ നൽകിയത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. നിർണായകമായ നിരവധി ചർച്ചകളും തന്ത്രപ്രധാനമായ നിരവധി യോഗങ്ങളും പ്രധാന പ്രഖ്യാപനങ്ങളുമാണ് ഈ പുടിന്റെ കൂടിക്കാഴ്ചയോടുകൂടി ലോകം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇന്ത്യയിൽ പുടിൻ എത്തിയതോടുകൂടി ട്രംപിന് അല്പം ആശങ്ക തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരികയാണ്. കാരണം മോദിയും പുടിനും കൂടുതൽ ബന്ധം ഊഷ്മളമാക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് അത്ര സുഖകരമായ കാര്യമല്ല. അധിക തീരുവ വിഷയം, ഇന്ധന ഇറക്കുമതി വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ എന്തായാലും ഇന്ത്യയും പുടിനും വലിയ രീതിയിലുള്ള ചില സമവാക്യങ്ങൾക്ക് രൂപം നൽകും എന്ന ഒരു സംസാരം ഇപ്പോൾ തന്നെയുണ്ട്. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. അമേരിക്ക എന്ന വലിയ സാമ്പത്തിക ശക്തിക്കെതിരെ ഇരു രാജ്യങ്ങളും ഇന്ത്യയും റഷ്യയും ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്കും ഗുണമാണ്, റഷ്യയ്ക്കും ഗുണമാണ്. ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ തീർച്ചയായിട്ടും വലിയ ഒരു ശക്തിയായി ഇന്ത്യക്ക് വളർന്നു വരാൻ അത് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിൽ നിന്നും റഷ്യയുടെ നേതാവ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. മോദി പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അവർ കാതോർത്തിരിക്കുകയാണ്.